ചെന്നൈയിലെ ബാങ്ക് ജോലി കളഞ്ഞു സിനിമയുടെ പുറകെ പോയ ലോകേഷ് കാർത്തിക് സുബ്ബരാജ് ഹീസ് ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിൽ ഒന്നാം സ്ഥാനം നേടി കാർത്തിക്കിന് തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലേക്ക് എത്തുന്നു. സ്വന്തമായൊരു സിനിമ ചെയ്യണമെന്ന സ്വപ്നവുമായിട്ട് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ പിറകെ നടന്നെങ്കിലും ഒരു പുതുമുഖ സംവിധായകനെ വിശ്വസിച്ചു പണം മുടക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ കാർത്തിക്കിന്റെ ഉറപ്പിൽ SR പ്രഭു ലോകേഷിന്റെ ആദ്യ പടം ഡയറക്ട് ചെയ്യാൻ തയ്യാറായി. തീർത്തും പുതുമുഖങ്ങളെ വെച്ച് തമിഴ് സിനിമയുടെ സ്ഥിരം ടെംപ്ലേറ്റുകളെല്ലാം പൊളിച്ചുകൊണ്ടൊരു സിനിമ മാ നഗരം. സൂപ്പർ സ്റ്റാറുകളില്ലാതെ തമിഴിൽ ഒരു സിനിമ അന്ന് സൂപ്പർ ഹിറ്റാകുന്നു. സൂര്യയെ വെച്ച് സിനിമ ചെയ്യണമെന്ന ആഗ്രഹവുമായി ഇരുമ്പുകൈ മായാവി എന്ന രണ്ടാമത്തെ സിനിമയുടെ കഥ പറയാൻ സൂര്യയെ കാണുന്നു. കഥ ഇഷ്ടപ്പെട്ടെങ്കിലും തിരക്കഥ പൂർത്തിയാക്കാൻ ലോകേഷിന് കഴിയാതെ വന്നതോടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഒരു പത്രവാർത്തയിൽ നിന്നും ഇൻസ്പയറായി ഒരൊറ്റ രാത്രി നടക്കുന്ന ഒരു സിനിമയുടെ തിരക്കഥ എഴുതുന്നു. കാർത്തിയെ നായകനാക്കി ആ കഥ തമിഴ് സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മേക്കിംഗ് കൊണ്ട് ഞെട്ടിച്ച സിനിമയായി മാറി കൈദി. സാക്ഷാൽ വിജയ് സിനിമ ബിഗിലിനോട് ക്ലാഷിനെത്തിയ സിനിമ വിജയ് ഫാൻസ് പോലും ഏറ്റെടുത്തു വലിയ വിജയമായി മാറി. ശേഷം വിജയുമായി മാസ്റ്റർ, പിന്നെ ഡ്രീം പ്രോജക്ട് കമൽഹാസനുമായി വിക്രം. ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കമായിരുന്നു ആ സിനിമ. പിന്നീട് ലോകേഷ് എന്നത് ഒരു ഡയറക്ടറിനപ്പുറം വളർന്ന ബ്രാൻഡായി മാറി. ഏറ്റവും പുതിയ രജനി ചിത്രം കൂലിക്കായി വാങ്ങിയ പ്രതിഫലം 50 കോടി. സൂപ്പർ താരങ്ങൾ പോലും തങ്ങളുടെ പ്രതിഫലം വെളിപ്പെടുത്താൻ മടിക്കുമ്പോൾ ലോകേഷ് പറഞ്ഞത് 50 കോടി രൂപയാണ് എന്റെ ശമ്പളം. അത് തുറന്നു പറയാൻ മടി തോന്നിയിട്ടില്ല. എന്റെ രണ്ടാമത്തെ സിനിമയായ കൈദി ചെയ്യുമ്പോഴാണ് എന്റെ ശമ്പളം 1 കോടി രൂപയിലെത്തുന്നത്. ഇപ്പോൾ കൂലി എന്ന സിനിമയ്ക്കാണ് 50 കോടി പ്രതിഫലം ലഭിച്ചത്. അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ലോകം ദരിദ്രരോട് ക്രൂരമായിട്ടാണ് പെരുമാറുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ദരിദ്രം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഓരോ രൂപയുടെയും മൂല്യം എനിക്കറിയാം. ഞാൻ വളരെ കുറച്ച് ആവശ്യങ്ങൾ മാത്രമുള്ള ആളാണ്. പണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂടി വളർത്തിക്കൊണ്ടുവരിക എന്നതുകൂടിയാണ്. അതെ, സൂപ്പർ താരങ്ങളുടെ മുഖം നോക്കാതെ ഡയറക്ടറുടെ പേര് കണ്ട് ഫസ്റ്റ് ഷോ ടിക്കറ്റ് എടുക്കാൻ കാരണമായ ഒരേ ഒരു ലോകേഷ്.